ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അഗത്തി ഐലൻഡിലാണ് കേട്ടോ. അഗത്തി ഐലൻഡിൽ വന്നിട്ട് ഇന്ന് 5ാമത്തെ ദിവസം. ഇതുവരെ എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ചോപ്പറോ അല്ലെങ്കിൽ ഷിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ഷിപ്പുണ്ട്, അതിൽ പോവാണ്. അപ്പോൾ ഞാൻ വിളിച്ചു ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ അതെ ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്, അഗത്തി വന്നിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ. അത് ചെയ്യാത്തത് ഇതേപോലെ ലോക്കായത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ലാസ്റ്റ് ഡേ, എന്തായാലും ഇന്നത്തേക്കൊരു തീരുമാനം ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. മാത്രമല്ല എനിക്ക് ഇന്നലെയാണ് വണ്ടി ഇട്ടത്, അപ്പോൾ വണ്ടി ഉണ്ടായില്ല. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സ്വാഭാവികമായിട്ട് എനിക്ക് മൂടൊന്നും ഉണ്ടായില്ല. അപ്പോൾ സലാഹിൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് വണ്ടി തന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് പോകാനുള്ള ടിക്കറ്റ് പ്രിന്റ് ചെയ്യണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അകത്തി ഐലൻഡൊന്ന് കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അകത്തി കാണിച്ചിട്ട് ഹലോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പ്രിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, പ്രിന്റ് എടുക്കണമെന്ന് ടിക്കറ്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ആളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോസ് കാണുന്ന എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കും ആളെ അറിയാം. മനസ്സിലായി, നമ്മുടെ ജാസ് ബ്ലോഗ്സ്. അപ്പൊ ഞാൻ അകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ തവണ വന്നപ്പോ ഉമ്മനെ കൊണ്ട് വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ? ഞങ്ങളെ കുറച്ച് സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അത് കുറെ ഇവിടെ മെഡിക്കൽ ഷോപ്പാണ്. ഞാനും ദേ വന്ന ഒരു കമ്പനിക്ക് ജസ്റ്റ് ഇരിക്കുകയാണ്. Shining on the ocean blue, waves rolling with a golden hue. Feel the breeze. ഇവിടെ പോയപ്പോ പൊട്ടിപ്പോയി. ഞങ്ങളില്ല മേലാഫാറ്റിൽ എന്തോ സംഭവത്തിന് പോയി. ഞങ്ങളെങ്ങനെ ഇത് ലഗൂൺ ബീച്ച് അല്ലേ? ഞങ്ങൾ ലഗൂൺ ബീച്ചിൽ വന്ന് കുറച്ചിരിക്കാന്ന് വെച്ചു. അവിടെ ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പൊ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ബോർഡിങ്. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ കുറച്ച് സംസാരിച്ചിരിക്കാം. പിന്നെ അടിപൊളിയാണ്. നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അഗത്തിയിൽ ഇറങ്ങിയ സമയത്ത് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബീച്ചാണ് കേട്ടോ ഇത്. ഐ ലവ് അഗത്തി എന്ന് എഴുതിയ ബീച്ചല്ലേ ഇത്? അത് വേറെയാ? ഓ, ഞാൻ വിചാരിച്ചു ഇതാന്ന്. ഇത് കൊള്ളാട്ടോ. കണ്ടോ, ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇവിടെ നമ്മുടെ ബീച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം പിന്നെ ഭയങ്കര വേസ്റ്റൊക്കെ കാണുന്നത് എന്താണെന്നറിയോ? ഈ മൺസൂൺ ടൈമിൽ ഭയങ്കര കാറ്റും കടലൊക്കെ ആയിക്കാൻ ഇതൊക്കെ വേസ്റ്റ് ഇങ്ങോട്ട് കയറും അങ്ങനെ. അപ്പം ഞങ്ങൾ കുറച്ച് ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാനാണ് ഓർത്തിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നുവെച്ചാൽ ഈ ലക്ഷദ്വീപിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് കവരത്തിയിലുണ്ട്, എനിക്ക് അഗത്തിയിൽ അറിയില്ല. എന്നാലും കവരത്തിയിലത്തെ ആ യൂട്യൂബേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവർ തന്നെയാണല്ലോ. പക്ഷെ എനിക്ക് പുറത്തുനിന്നുള്ള ഒരു യൂട്യൂബറിനെ ആദ്യമായിട്ട് കിട്ടിയ ഫ്രണ്ട് ജാസ്മിനാണ് കേട്ടോ. സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. എന്നാലും നല്ല അടിപൊളി പെട്ടെന്ന് ഫ്രണ്ട്സായി. പെട്ടെന്ന് ഞങ്ങൾ ഭയങ്കര കൂട്ടായി. അന്ന് വന്നപ്പോ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ കേട്ടോ. ഇവള് ജസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പാസ് ചെയ്യുന്ന സമയം വീഡിയോയിലുണ്ടല്ലോ, ജസ്റ്റ് കണ്ട്. അന്ന് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചുള്ളൂ, പിന്നെ സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല. പിറ്റേ ദിവസം നിങ്ങൾ പോയി, ഇവാക്യുവേഷൻ ആയിരുന്നു. അതെ, അന്നേരം പിന്നെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ വിളിക്കുന്നു, അത് ക്ലോസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസം എത്തിയെന്ന് പറഞ്ഞിട്ട് വന്നു. ഇന്നലെ ഞങ്ങള് നൈറ്റ് ഒരു ഔട്ടിംഗ് പോയിട്ടുണ്ടായിരുന്നല്ലേ, അത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഇട്ടേക്കാട്ടോ ഇതിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് റൂമിൽ പോയി. ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് വന്നു. പിന്നെ 3 മണിയാകുമ്പോൾ പോവല്ലേ? അതെ, ഇന്ന് നമ്മള് പോവും തിരിച്ച്. അത് കാരണം ഞങ്ങൾ വിചാരിച്ചെന്നാ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്ന്, വെയിലാണ്, ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ മാത്രമേ തണലുള്ളൂ, എന്നാലും ചൂടെടുക്കുന്നുണ്ട്. നിനക്കറിയോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്ത് മഴയും കാറ്റും. അതിന്റെ ഒരു ലക്ഷണവും ഇല്ലല്ലോ. നമ്മള് വീഡിയോസ് ഒക്കെ ഇടാതിരുന്ന തന്നെ ഇതുകൊണ്ടാണ്. അത്രയും മഴയും കാറ്റും, പുറത്തൊന്നും ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വെറും മഴ കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വീഡിയോസ്. ഇന്ന് നോക്കുമ്പോ എപ്പോഴോ മഴ പെയ്തതിന്റെ ഒരു ലക്ഷണവും ഇല്ല. എനിക്കൊരു കോള് വരുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അങ്ങനെയാണ് ജാസിനെ ഞാൻ കണ്ടെത്തിയത്. അത്രേ ഉള്ളൂ. പിന്നെ കുറെ വ്ലോഗേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എല്ലാരും അറിയുന്നവരാ, എല്ലാരും അറിയാം. പിന്നെ
ആള് നമ്മൾ പരിചയപ്പെടാൻ മുമ്പ് കവരത്തി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പരിചയമൊന്നും ഇല്ല. അത് കാരണം അവിടെ വെച്ച് നമുക്ക് കാണാനും പറ്റില്ല. ഇവൻ കണ്ടിരുന്നെങ്കിൽ തന്നെ അറിയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. കാണാൻ പറ്റിയില്ല. അന്ന് എന്താണെന്ന് അറിയാം, അത് കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ യൂട്യൂബ് ഒന്നും വലിയ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ അധികം ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. പിന്നെ അത് മാത്രല്ല, എനിക്ക് കവരത്തിയിലൊന്നും അധികം ആൾക്കാരെ ഒന്നും ഇപ്പൊ ബ്ലോഗേഴ്സിനെ തന്നെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല, അറിയത്തുമില്ല. നമ്മൾ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ നമുക്കറിയുന്ന ഒരേ ഒരു യൂട്യൂബർ ലക്ഷദ്വീപിലെ ഐലൻഡർമിയാണ്, എനിക്ക് പരിചയമുള്ളതാണ് കേട്ടോ. പക്ഷെ വേറെ ആർക്കും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ആരുമായിട്ടും വലിയ കണക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ ഇവളായിട്ടാണ് ഞാൻ പെട്ടെന്ന് കണക്ട് ആയതും. ഭയങ്കര കൂട്ടായി. ഞങ്ങൾ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഞാന് ജാസ്മിന് ആദ്യം ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോ തന്നെ ഓക്കെ ലക്ഷദ്വീപുകാരിയാണ് അതെനിക്ക് തോന്നി. പിന്നെ എന്നിട്ട് പരിചയപ്പെടുമ്പോ ആള് മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പൊ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കവരത്തിക്കാരിയാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ വേറെ എവിടെയെങ്കിലും എന്ന് വിചാരിച്ചിട്ടായിരിക്കോ. അപ്പൊ ഞാൻ തിരുത്തി, ഞാൻ കവരത്തിക്കാരി. അപ്പൊ പറഞ്ഞു എനിക്കറിയാം. എന്നിട്ട് ആള് മലയാളമാണ് സംസാരിക്കുന്നത്. പിന്നെ എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീട് ഈവനിങ് വന്ന് കണ്ടപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു ഏതാ സ്ഥലം, അമിനി ഐലൻഡാണ്. എനിക്കെന്തോ അമിനിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അവരില്ല ഞാൻ കേരളക്കാരിയാ. എനിക്ക് പെട്ടെന്ന് ഷോക്കായി. അതെന്താണെന്നറിയോ, ആളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും മൊത്തത്തിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത്, ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് ദ്വീപുകാരിയാണ്. ദ്വീപുകാരിയല്ല കേട്ടോ. പക്ഷെ ഇവൾ ഇന്നലെ വന്നിട്ട് ഇവൾ എന്റെ കൂടെ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് ചോദിച്ചു കേരളക്കാരിയാണല്ലേ ഇവളെ കണ്ടിട്ട്, ഇവളെ ദ്വീപുകാരിയാന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. കുറെ പേര് ദ്വീപുകാരിയാണ് ഏത് നടന്നു വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അവളെ കണ്ടാലും കേരളക്കാരി പോലെ, എന്നെ കണ്ട ദ്വീപുകാരി പോലെ, എന്താ പറയാനാന്ന് പറ. അപ്പൊ ഞങ്ങൾ കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അടുത്ത് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഞങ്ങളൊരു വലിയ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറെ നാളുകൊണ്ട് പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇങ്ങനെ പ്ലാനിങ് നടക്കുന്നു. പക്ഷെ ഒന്നും ഇതുവരെ നടക്കുന്നില്ല അങ്ങോട്ട്. അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത സാധനങ്ങളൊന്നും സത്യം പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയും ചെയ്യരുത്. ബാഗ് പാക്ക് ചെയ്യാ, ഒറ്റ പോക്ക് പോവാ അല്ലേ, തോന്നാണെങ്കിൽ ഇറങ്ങി പോവാ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് നാട്ടിലെ പോലെ ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അതെ, 2-ാം തീയതി വന്ന് ലോക്ക്ഡൌൺ ആയത്. ഈ വീഡിയോ ഇപ്പൊ വരുമെന്ന് എനിക്കറിയില്ല. 2-ാം തീയതി വന്നിട്ട് ഇപ്പൊ ഇന്ന് 5-ാം തീയതിയാ, ഇന്ന് 6-ാം തീയതി. ഇന്ന് 6-ാം തീയതിയാണ് എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. എത്രയോ പേര് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതെ കേരളത്തിൽ കുടുങ്ങി കിടക്കുന്ന, ഇവിടുന്ന് കേരളത്തിലേക്ക് ഈ സമയത്തൊക്കെ വരാത്തതും നല്ലതാ. ഒരു സാധനവും ഇല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഫുഡൊക്കെ ഒരു 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് മൺസൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാ. അതെ, കോള് വരുന്നുണ്ടോ? ഇല്ല, കൈ കഴിക്കുന്നുണ്ട്. 2പേരുടെയും സ്റ്റിക്ക് എടുക്കാൻ ഇല്ല, അതുകൊണ്ട് കൈ കഴിക്കും കുറച്ചു നേരം ആവുമ്പോ അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നാലോ? ഓക്കെ. പ്രിയമഴയോ പൂക്കനാതിടു മനസ്സു നീല കാറ്റിൻ മന്ദം തഴുകുമ്പുറും ചെറുപുഞ്ചിരി. ഹായ്, അപ്പോൾ നമ്മുടെ ബോർഡിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഷിപ്പിന്റെ വന്നിട്ട് മൊത്തം പാക്ക് ചെയ്തത് ഇരിക്കുന്നുണ്ട്. അപ്പൊ 3 മണി മുതൽ 4 മണി വരെയാണ് ബോർഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറങ്ങാൻ പോവാണ്. പിന്നെ എൻ്റെ കൂടെ രൻഹ മോളും വരുന്നുണ്ട് കേട്ടോ, മാമന്റെ മോള്. അപ്പൊ അത്രയും വേറെ ഇതൊന്നുമില്ല. ഇപ്പൊ 4 മണിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ആവും ചിലപ്പോ ഡിപ്പാർട്ട് ആവാൻ. പിന്നെ എന്താന്ന് വെച്ചാ പിന്നെ ഒരു 7 മണിയൊക്കെ ആവും. ഞാനിപ്പോ ഷിപ്പിന്ന് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഷിപ്പിന്ന് കയറാൻ പോകുന്ന വീഡിയോ ചെയ്യാം. അങ്ങനെ കവരത്തി എത്തിട്ടോ. കവരത്തി എത്തുമ്പോഴത്തേക്ക് രാത്രി 9 മണി. അവസ്ഥ ഇതാണ്. നല്ല കടലുണ്ടായിരുന്നു, തുറന്നു. അങ്ങനെ വീഡിയോ എത്തി. ഇനി എന്തായാലും കവരത്തിയിലെ വിശേഷങ്ങളായിട്ട് വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.